നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇ-പോസ് വീണ്ടും പണിമുടക്കി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വൈകിട്ട് 4 വരെ റേഷൻ വിതരണം സ്തംഭിച്ചു. വലഞ്ഞ് ഉപഭോക്താക്കൾ. പേരാമ്പ്ര ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. ആർക്കും പരിക്കില്ല. ഫൈനൽ മാച്ചിന്റെ മറവിൽ ലഹരി വിൽപ്പന. കളി തുടങ്ങും മുൻപേ ഓപ്പറേഷൻ തണ്ടറുമായി എക്സൈസ്. 2 യുവാക്കൾ വലയിൽ. വിദ്യാർത്ഥികളുടെ ആശങ്കയ്ക്ക് പരിഹാരം. വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടം ഫോറസ്റ്റ് ഗ്രൗണ്ട് കായിക പരിശീലനത്തിനായി നിലനിർത്തും. ജനപ്രതിനിധികൾക്ക് പുതുക്കാട് ഫൊറോനയുടെ സ്നേഹാദരവ്. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ അനുമോദിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തിങ്കളാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തനം പലയിടത്തും സ്തംഭിച്ചു. രാവിലെ മുതൽ ഇ-പോസ് മെഷീനുകൾ പ്രവർത്തനരഹിതമായതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ റേഷൻ വാങ്ങാനെത്തിയവർ നിരാശയോടെ മടങ്ങി. ജൂലൈ മാസത്തെ റേഷൻ വിതരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ തിങ്കളാഴ്ച രാവിലെ മുതൽ കാർഡ് ഉടമകളുടെ വലിയ തിരക്കായിരുന്നു. എന്നാൽ കട തുറന്ന റേഷൻ വിതരണത്തിനായി ഇ-പോസ് മെഷീൻ ഓൺ ആക്കിയപ്പോഴാണ് വിതരണം മുടങ്ങിയ കാര്യം കേരളത്തിലെ 14,000-ഓളം വരുന്ന റേഷൻ വ്യാപാരികൾ തിരിച്ചറിയുന്നത്. തകരാർ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ സംസ്ഥാനത്തെ റേഷൻ കടകൾ ഉച്ചയോടെ അടച്ചിട്ടു. വൈകിട്ട് 4 മുതലാണ് ഇ-പോസ് സംവിധാനത്തിലെ തകരാർ പരിഹരിച്ച് റേഷൻ വിതരണം പുനഃസ്ഥാപിച്ചത്. കൊടകര പേരാമ്പ്ര ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. കർണാടകയിൽ നിന്ന് കോട്ടയത്തേക്ക് പച്ചക്കറി കയറ്റിപ്പോകുകയായിരുന്ന ചരക്ക് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡിവൈഡറിൽ ഇടിച്ച ശേഷം ലോറി മറിഞ്ഞെങ്കിലും ആർക്കും പരിക്കില്ല. ലോകകപ്പ് ഫൈനൽ ദിനത്തിൽ ലഹരി വിൽപ്പന ലക്ഷ്യമിട്ട് MDMA സൂക്ഷിച്ച 2 യുവാക്കളെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മുള്ളൂർക്കര കണ്ണമ്പാറ സ്വദേശികളായ PS സുനിൽ, ജിഷ്ണു എന്നിവരെയാണ് ജൂലൈ 19 രാത്രി നടന്ന ഓപ്പറേഷൻ തണ്ടർ പരിശോധനയിൽ പിടികൂടിയത്. സുനിലിന്റെ വീട്ടിലും വാഹനത്തിലും നടത്തിയ പരിശോധനയിൽ 2.621 ഗ്രാം MDMA, ലഹരി തൂക്കം നോക്കാൻ ഉപയോഗിച്ചിരുന്ന 2 ഇലക്ട്രോണിക് ത്രാസുകൾ, വിതരണം ചെയ്യാൻ സൂക്ഷിച്ചിരുന്ന 500 സിപ്ലോ കവറുകൾ എന്നിവ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. പ്രതികൾ ഉപയോഗിച്ച ബുള്ളറ്റ് മോട്ടോർ സൈക്കിളും കസ്റ്റഡിയിലെടുത്തു. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ഗൂഗിൾ പേ ഉപയോഗിച്ച് വൻതോതിൽ പണമിടപാടുകൾ നടന്നതായി എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്. ലോകകപ്പ് ഫൈനൽ ദിനത്തിൽ ലഹരി ആവശ്യപ്പെട്ട് നിരവധി ഫോൺ കോളുകൾ പ്രതികൾക്കെത്തിയതായും വിളിച്ചവരെയും എക്സൈസ് നിരീക്ഷണത്തിലാക്കിയതായും അധികൃതർ അറിയിച്ചു. തൃശൂർ സ്പെഷ്യൽ കോർട്ട് എക്സൈസ് ഇൻസ്പെക്ടർ N സുദർശനകുമാറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, TK കണ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്ത, K ലത്തീഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CJ റിജോ, ജെറിൻ തൗഫീഖ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ K അമിത എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഉണ്ടായിരുന്നു. ഫുട്ബോൾ കളിച്ചു വളരുന്ന വിദ്യാർത്ഥികളുടെ ഗ്രൗണ്ട് എന്ന സ്വപ്നം തുടർന്നും യാഥാർത്ഥ്യമായി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വെട്ടിങ്ങപ്പാടം ഫോറസ്റ്റ് ഏരിയയിലെ മരം മുറിച്ചു മാറ്റിയ സ്ഥലത്ത് വീണ്ടും തേക്ക് തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതോടെയാണ് വിദ്യാർത്ഥികളിൽ ആശങ്ക ഉയർന്നത്. ഫോറസ്റ്റിനുള്ളിലെ നിലവിലെ ഗ്രൗണ്ടിൽ തേക്ക് തൈകൾ നട്ടുപിടിപ്പിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു വിദ്യാർത്ഥികൾ. തുടർന്ന് ചാലക്കുടി DFOക്ക് നിവേദനം നൽകുകയും ഗ്രൗണ്ട് സംരക്ഷിക്കാനുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ച് നടപടി സ്വീകരിച്ചതോടെ ഗ്രൗണ്ട് തുടർന്നും കായിക പരിശീലനത്തിനായി ഉപയോഗിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഒരുങ്ങിയതായി സുരേഷ് ചെമ്മനാടൻ അറിയിച്ചു. പുതുക്കാട് ഫൊറോന കൗൺസിലിന്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ അനുമോദിക്കാൻ സ്നേഹാദരവ് 2026 സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപത മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത അധ്യക്ഷത വഹിച്ചു. അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ആമുഖ പ്രഭാഷണം നടത്തി. ഫൊറോന കൗൺസിൽ സെക്രട്ടറി ഈപ്പൻ കരിയാറ്റിൽ, പുതുക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പള്ളി ട്രസ്റ്റിയുമായ KJ ജോജു, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല ജോർജ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്ങര, ജെറോൺ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാൻഡോ നന്ദിപുലം, അന്തോണി പൊന്നാരി, ബൈജു വാഴക്കാല എന്നിവർ പ്രസംഗിച്ചു. കൗൺസിൽ അംഗങ്ങളായ അൽഫോസ, ഹരൻ ബേബി, യോഹന്നാൻ കുപ്പയിൽ എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ 31 പേർ ആദരവ് ഏറ്റുവാങ്ങി.
വിഷൻ ഇരിങ്ങാലക്കുടയുടെ 10ാമത് ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി കർഷക സംഗമം സംഘടിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ പാടശേഖര സമിതികളെയും കൃഷിവകുപ്പ് ഓഫീസർമാരെയും ചടങ്ങിൽ അനുമോദിച്ചു. കാർഷിക സംസ്കാരത്തിന്റെ പ്രതീകമായ നാറുയർത്തിക്കൊണ്ടായിരുന്നു സംഗമത്തിന്റെ ഉദ്ഘാടനം. വിഷൻ ഇരിങ്ങാലക്കുട ചെയർമാൻ ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം സിജി പ്രദീപ മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി പ്രവർത്തക സിസ്റ്റർ റോസ് ആൻഡോ, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്ഥിരസമിതി ചെയർമാൻ ടി എ പോൾ, ഇരിങ്ങാലക്കുട ADA ഫാജിദ റഹ്മാൻ, കൃഷി ഓഫീസർമാരായ ഡോക്ടർ അഞ്ജു, അഭയ, റുബീന, അനഘ, രേഷ്മ, അഖിൽ, തോമസ്, അജിത്ത് എന്നിവരും വിഷൻ ഇരിങ്ങാലക്കുട കോർഡിനേറ്റർമാരായ ഷാജി, വൃന്ദാജിത് കുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പലൂർ യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ കൊടകര ശാന്തി ഹോസ്പിറ്റലുമായി ചേർന്ന് സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പണ്ടാരി അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ PG രഞ്ജിമോൻ മുഖ്യാതിഥിയായി. അളഗപ്പ നഗർ പഞ്ചായത്ത് അംഗങ്ങളായ K രാജേശ്വരി, MN രാഗേഷ്, യൂണിറ്റ് രക്ഷാധികാരി ആന്റണി തയ്യാലക്കൽ, യൂണിറ്റ് സെക്രട്ടറി PL റജി, യൂണിറ്റ് ട്രഷറർ K ജയകുമാർ, ട്രസ്റ്റ് പ്രസിഡന്റ് PB സുധീർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് നൈജോ K ജോസ് എന്നിവരും സന്നിഹിതരായിരുന്നു. കണ്ണ് സംബന്ധമായ വിവിധ രോഗങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ചികിത്സ നിർദ്ദേശിക്കുകയും തിമിര ശസ്ത്രക്രിയ ആവശ്യമായവരെ കണ്ടെത്തുകയും ചെയ്തു. നിരവധി പേർ പങ്കെടുത്ത ക്യാമ്പ് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി. അപ്പൊ പറയാൻ കാരണം അമ്മ വേറെ ആരെയും കണ്ണു കാണിക്കില്ല. അപ്പൊ കണ്ടിന്യൂ ചെയ്തു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ ഫുട്ബോൾ ഷൂട്ട് ഔട്ട് മത്സരം സംഘടിപ്പിച്ചു. ഇടവകയിലെ എല്ലാ യൂണിറ്റുകളെയും ഏകോപിപ്പിച്ച് സംഘടിപ്പിച്ച മത്സരം ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് നിജോ ജോയ് കൊടവരക്കാരൻ, കൺവീനർ ജോവിൻസ് ഇക്കാടൻ, സെക്രട്ടറി ഷാജു പൊന്നാരി, ട്രഷറർ പോൾസൻ തേറാട്ടിൽ, സോബിൻ ജോർജ് തോപ്പിൽ എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. മത്സരത്തിൽ സെന്റ് ചാവറ യൂണിറ്റ് 1ാം സ്ഥാനവും സെന്റ് അൽഫോൻസാമ യൂണിറ്റ് 2ാം സ്ഥാനവും നേടി. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള ത്രീസ് ഫുട്ബോൾ ഷൂട്ട് ഔട്ട് മേള സംഘടിപ്പിച്ചു. പുതുക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ A ആദം ഖാൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് KK രാജു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജിത രാജീവ്, KK ദാസൻ, സൈമൺ നമ്പാടൻ, ക്ലബ്ബ് സെക്രട്ടറി KJ ബിജു, കവിതാ വായനശാല പ്രസിഡന്റ് ജസ്റ്റിൻ കാവല്ലൂർ, ആൻഡോ കട്ലപ്പീടിക, വിൽസൺ പഴങ്കൂരാൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന മത്സരത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 48ഓളം പ്രമുഖ ടീമുകൾ പങ്കെടുത്തു. തട്ടിൽ പഴങ്കൂരാൻ ലോനപ്പൻ അന്തോണിയുടെ ഭാര്യ ട്രീസിയുടെ സ്മരണയ്ക്കായി 1ാം സമ്മാനമായി 7,777 രൂപയും ട്രോഫിയും, അയ്യഞ്ചിറ കൊച്ചുരാമൻ പ്രഭാകരൻ മെമ്മോറിയൽ 2ാം സമ്മാനമായി 5,555 രൂപയും ട്രോഫിയും നൽകി. ചിമ്മിനി ഡാം എച്ചിപ്പാറ കാനയിൽ മുങ്ങിത്താഴ്ന്ന കൂട്ടുകാരന്റെ ജീവൻ രക്ഷിച്ച ധീര പ്രവർത്തനത്തിന് എച്ചിപ്പാറ സിറാജുൽ ഉലൂം മദ്രസ വിദ്യാർത്ഥി യൂസുഫ് സൽമാനെ മഹല്ല് കമ്മിറ്റി അനുമോദിച്ചു. ജൂലൈ 15-ന് എച്ചിപ്പാറയിലെ സ്കൂൾ വിട്ട് മടങ്ങുന്നതിനിടെ മദ്രസയ്ക്ക് സമീപത്തെ കാനയിൽ കുളിക്കുകയായിരുന്ന കുട്ടി മുങ്ങിത്താഴുന്നത് കണ്ട യൂസുഫ് സൽമാൻ ജീവൻ പണയം വെച്ച് വെള്ളത്തിലേക്ക് ചാടി കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. അനുമോദന ചടങ്ങ് കല്ലക്കത്തൊടി ഹംസ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് പ്രസിഡന്റ് BA ലത്തീഫ്, SYS യൂണിറ്റ് പ്രസിഡന്റ് MS അസ്ഹർ, മഹല്ല് ഖതീബ് നജീബ് സഖാഫി, നൌഷാദ് സഖാഫി, ഷഫീഖ് ഹാഷിമി, മഹല്ല് സെക്രട്ടറി അസൈനാർ, ഷാഹിർ, കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സമുന്നത പ്രവർത്തകനായിരുന്ന CA അപ്പുക്കുട്ടന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണൻ സൗപർണിക അധ്യക്ഷത വഹിച്ചു. EK സത്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 2007 നടന്ന SC പദവി പഠനത്തിനു ശേഷമുള്ള 2 പതിറ്റാണ്ടുകൾ എന്ന വിഷയത്തിൽ KK അനീഷ് കുമാർ സ്മാരക പ്രഭാഷണം നടത്തി. അരികിലേക്ക് മാറ്റപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ജീവിതാവസ്ഥകളും കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരവും പഠിക്കുന്നതിനായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ അപ്പുക്കുട്ടൻ അനുസ്മരണ സമിതി രൂപീകരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഹരിറാം കുമാർ, CP സജീവൻ, PK അജയകുമാർ, അമൃത എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസവും ലക്ഷ്യബോധവും വളർത്താൻ വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോട്ടിവേഷണൽ സെമിനാർ സംഘടിപ്പിച്ചു.
+1, +2 വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സെമിനാറിന് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ ഡോക്ടർ ER ശിവപ്രസാദ് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ CC ബെസ്സി അധ്യക്ഷത വഹിച്ചു. VD റോജ, UG റോസിലി, അധ്യാപകരായ CGS ചെറയത്ത്, ജോസഫ് G കല്ലൂക്കാരൻ, ലിസ ജോസ്, KY ദിവ്യ, A സൗമ്യ ആൻഡോ എന്നിവരും വിദ്യാർത്ഥികളും പങ്കാളികളായി. മനുഷ്യൻ തെറ്റാണോ ശരിയാണോ? തെറ്റ് ആരാ പറഞ്ഞു? മനുഷ്യനല്ലേ? നോട്ട് ദ പോയിന്റ്. ഓക്കെ, ഞാൻ പറഞ്ഞത് നോക്കൂ, എന്താണ് ഒരു മനുഷ്യന്റെ പ്രത്യേകത? രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ധന്വന്തരി പൂജ നടന്നു. പൂജയുടെ ഭാഗമായി ബ്രഹ്മശ്രീ കുട്ടഞ്ചേരി മൂസ് തയ്യാറാക്കിയ മുക്കുടി നിവേദ്യം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്രം തന്ത്രി ശ്രീകുമാർ ഭട്ടതിരിപ്പാട്, മേൽശാന്തി വിഷ്ണു നമ്പൂതിരി, നടുവം ഹരി തിരുമേനി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ധന്വന്തരി പൂജയ്ക്ക് ശേഷം സ്വാമി ശാന്താനന്ദ സരസ്വതിയുടെ ഭക്തി പ്രഭാഷണവും അന്നദാനവും നടന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ജൂലൈ 20 മുതൽ 26 വരെ എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രം ഓഫീസിൽ ജാതി മത ഭേദമന്യേ ഔഷധക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ചില മൂല്യങ്ങള്, ആശയങ്ങള്, സിദ്ധാന്തങ്ങള്, ആചരണ വിശേഷങ്ങള് നമുക്ക് പങ്കുവച്ചിട്ടുണ്ട് അല്ലേ? അതിനെ നമ്മൾ അനുഷ്ഠിക്കണം. അങ്ങനെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ മക്കള്, നമ്മുടെ പിൻതലമുറക്കാരെ അതിനെ കണ്ടു വളരും. നെല്ലായി കൊളത്തൂർ കൊളത്തുക്കാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി ഹരി നമ്പൂതിരി ഓലാട്ടുമന കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കഴകം രവി നമ്പീശൻ, ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായണൻ, സെക്രട്ടറി വിജയൻ മേപ്രത്ത്, രാമചന്ദ്രൻ പറമ്പത്ത്, അനിൽകുമാർ ചെഞ്ചേരി, മാതൃസമിതി പ്രസിഡന്റ് രമണി ജയൻ, സെക്രട്ടറി ഷീല മോഹനൻ, ട്രഷറർ പുരുഷോത്തമൻ എന്നിവർ നേതൃത്വം നൽകി. നെന്മണിക്കര ദേശത്തെ വയോജനങ്ങൾക്കായി നെന്മണിക്കര 57 നമ്പർ അങ്കണവാടി മിനി ഹാളിൽ സൗജന്യ ആയുർവേദ കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ സീമ മനോജ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രൂണിയ ഗുരുവിള മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം VR സുരേഷ് പരിപാടിക്ക് നേതൃത്വം നൽകി. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് VK രവി, CR രാമചന്ദ്രൻ എന്നിവരും സന്നിഹിതരായി. അവർ കഴുകി വൃത്തിയാക്കി ഓരോന്നിനിട്ട് ഇടിച്ച് പിരിഞ്ഞ് ആ നീരിൽ പലതരത്തിലുള്ള കൂട്ട്, ആ നീരിൽ അരിയും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വേവിച്ച് കഞ്ഞി കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചോന്നരത്ത കഷായം. കാലാവസ്ഥ. കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. മദ്രാസ് റെജിമെന്റിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി ജൂലൈ 21 രാവിലെ 10 തൃശൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ബോധവൽക്കരണ സെമിനാറും പ്രശ്നപരിഹാര അദാലത്തും നടത്തുന്നു. മദ്രാസ് റെജിമെന്റിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. മദ്രാസ് റെജിമെന്റിലെ വിമുക്ത ഭടന്മാരും അവരുടെ ആശ്രിതരും പങ്കെടുക്കണമെന്ന് സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,150 രൂപ, പവന് 1,05,200 രൂപ. അന്നനാട് കാമ്പളത്ത് പരേതനായ സുബ്രഹ്മണ്യൻ ഭാര്യ രാജലക്ഷ്മി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 അന്നനാടിലെ വീട്ടുവളപ്പിൽ. BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് സുധീർ ബേബി, ശിവസേന അഹമ്മദ് നഗർ ജില്ലാ പ്രസിഡന്റ് ബാബു, ഷീല, ബോസ്, ബിജു എന്നിവർ മക്കളും, ലൗലി, ഉമ, വീരരാഘവൻ, ഷീബ, സ്മിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇപോസ് വീണ്ടും പണിമുടക്കി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വൈകിട്ട് 4 വരെ റേഷൻ വിതരണം സ്തംഭിച്ചു. വലഞ്ഞ് ഉപഭോക്താക്കൾ. പേരാമ്പ്ര ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. ആർക്കും പരിക്കില്ല. ഫൈനൽ മാച്ചിന്റെ മറവിൽ ലഹരി വിൽപ്പന. കളി തുടങ്ങും മുൻപേ ഓപ്പറേഷൻ തണ്ടറുമായി എക്സൈസ്. 2 യുവാക്കൾ വലയിൽ. വിദ്യാർത്ഥികളുടെ ആശങ്കയ്ക്ക് പരിഹാരം. വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടം ഫോറസ്റ്റ് ഗ്രൗണ്ട് കായിക പരിശീലനത്തിനായി നിലനിർത്തും.
ജനപ്രതിനിധികൾക്ക് പുതുക്കാട് ഫൊറോനയുടെ സ്നേഹാദരവ്. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ അനുമോദിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.